ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഹരി, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്കുള്ള നിന്റെ തിരിച്ചുവരവ് എന്തുദ്ദേശത്തിലായിരുന്നു? ഹരി, എന്തൊക്കെയാ ചോദിക്കുന്നേ? മനസ്സിലായില്ലേ? ആരുടെ നിർദ്ദേശപ്രകാരാണ് ഉത്തര ഹരിയെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചേ? നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് നീയാ. അതിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. ഹരി, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് അതിൽ എനിക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാ മതി. JR എന്ന ഫിനാൻസ് കമ്പനിയുടെ യഥാർത്ഥ ഉടമ ആരാ? വീണയുടെ ഭർത്താവ് വിപിന് അവരുമായിട്ട് എന്ത് ബന്ധം? ഏതായി വീണ? ഉത്തരെ, ഒന്നും അറിയാത്ത പോലെ നടിക്കരുത്. ഹരിയുടെ അമ്മാവന്റെ മകള് വീണയെ കുറിച്ചാ പറഞ്ഞത്. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നവനാ വിപിൻ. അല്ല, നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അവൻ വീട്ടിൽ വന്നിരുന്നു JRന് കൊടുക്കാനുള്ള പണത്തിനെ കുറിച്ച് ഭീഷണിപ്പെടുത്താൻ. അവൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഇത് കരുതിക്കൂട്ടി ഞങ്ങളെ ട്രാപ്പ് ചെയ്താണെന്നുള്ളത്. ഹരി, എനിക്ക് സത്യമായിട്ടും അയാളെ അറിയില്ല. JR കമ്പനിയെ കുറിച്ച് നിനക്കറിയാലോ. ആ ബന്ധം വെച്ചാണല്ലോ ഹരി അവിടെ കൊണ്ടുപോയത്. പ്ലീസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക് കൃഷിക്ക് ഫണ്ട് ചെയ്യുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എന്റെ ശുപാർശയിൽ അങ്ങനെയുള്ള പലർക്കും പണം കടം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ആ ഫണ്ടിംഗ് ഏജൻസിയിൽ ആരൊക്കെയുണ്ട്, അത് ആരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ എന്താ വിപിനോ? അയാൾക്ക് JRുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഞാൻ സ്വാമിയോട് വിളിച്ചു ചോദിക്കാം. വേണ്ട ഉത്തര, അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് എനിക്കൊന്നും അറിയണമെന്നില്ല. ഒരു നല്ല സുഹൃത്തിന് എന്ന പോലെ മണ്ണിനെയും കൃഷിയൊക്കെ സ്നേഹിക്കുന്ന ഒരാള്, അതാ ഞാൻ നിനക്കെന്ന ബഹുമാനത്തിനുള്ള അർത്ഥം. അതേ ബഹുമാനം ഉപയോഗിച്ച് എന്നെ തീർത്ത് കളയണമെന്ന് ആഗ്രഹമുണ്ടോന്ന് അറിയണമായിരുന്നു. അതിനാ ഞങ്ങളിപ്പോ വന്നത്. ഉത്തരയ്ക്ക് ഇതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റൊന്നുമില്ല. നമ്മുടെ സംരംഭത്തിന്റെ തകർച്ച തുടങ്ങിയത് മുതൽ ഉത്തരയുടെ ഒഴിഞ്ഞു മാറ്റി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം തുടങ്ങാൻ തീരുമാനിച്ചപ്പോ ഉത്തര ഇതിന്റെ നട്ടല്ലായിരുന്നു, ആത്മാവായിരുന്നു. പക്ഷേ ഇപ്പൊ പണക്കാരെ മാത്രം പരിചയമുള്ള വെറും കൃഷി ഓഫീസറായി. നിത്യ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ഞാൻ നിങ്ങളെ ഏതർത്ഥത്തിൽ ചതിച്ചെന്നാ? കഞ്ഞിക്ക് വകയില്ലാത്ത കുറെ കർഷകരെ കാശിന്റെ കാര്യത്തിൽ ചതിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? എങ്കിൽ പിന്നെ അവിടെ സമ്പന്നര് ഒരുപാടുണ്ടല്ലോ, എനിക്ക് അവരുടെ പിന്നാലെ പോയാ പോരെ? ഹരി, ഹരി, നമ്മുടെ ഭാഗത്തുനിന്ന് പണത്തിന്റെ കാര്യത്തിൽ വീഴ്ച വന്നു. അതിനെ അവര് റിയാക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സംസാരിച്ച് അവരോട് ഒരു അവധി വാങ്ങാൻ നമുക്ക് പറ്റുമായിരിക്കും. അതിൽ കൂടുതലൊന്നും. നിത്യ, നമുക്ക് പോവാം. എല്ലാം തീരുമാനിച്ചിറങ്ങിയവരില് ഇനിയും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞേക്കണം. ഈ ഞെട്ടലെങ്കിലും ഒന്ന് ഒഴിവാക്കാമല്ലോ.